Good morning. Good morning, ma'am. Good morning. Okay, so നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ 1 ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, എല്ലാവർക്കും പേജ് നമ്പർ കിട്ടിയോ? പേജ് നമ്പർ കിട്ടിയവരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ ഓക്കെ, പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, വൺ തന്നെയാണല്ലേ. ഓക്കെ, അപ്പൊ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് പ്രോസസ്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് അറിയാൻ പറ്റുമല്ലോ. എന്താണ് ഡിസ്ചാർജ്? എന്താണ് ഡിസ്ചാർജ്? സുഖം പ്രാപിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഡിസ്ചാർജ് ആയിട്ട് ഡോക്ടർ വിടാറുണ്ട് അല്ലെ. ഓക്കെ, അഡ്മിറ്റ് ആയിട്ട് രോഗി ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാര് വീട്ടിലേക്ക് അയക്കാറുണ്ട്. എല്ലാ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് രോഗികളെ വിടാറുണ്ട് അല്ലെ. ഒരു ഫോർമൽ റിലീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഔപചാരികമായിട്ടുള്ള ഒരു മോചനം എന്ന് ഡിസ്ചാർജിനെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഡിസ്ചാർജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ചാപ്റ്റർ 1 ഡിസ്ചാർജ് പ്രോസസ്. Introduction. A discharge from hospital is the formal release of patient from a hospital after a procedure of a course of treatment. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ? ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചുമ വരുന്നത് കാരണം പതുക്കെയാണ്, സൗണ്ട് കുറവായിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫസ്റ്റ് പോയിന്റ്, ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഡിസ്ചാർജിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ഡിസ്ചാർജ്. A discharge from hospital is a formal release of patient from a hospital after procedure of the course of treatment അല്ലെ. ഒരു പ്രൊസീജിയർ, ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം രോഗികളെ ഒരു ഫോർമൽ റിലീസ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഫോർമൽ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ മീൻസ് ഔപചാരികമായ. ഫോർമൽ മീൻസ് ഔപചാരികമായ. അതുപോലെ റിലീസ് എന്ന് പറഞ്ഞാല് മോചനം. റിലീസ് മീൻസ് മോചനം. നമുക്കറിയാം, ഒരു രോഗിയെ നമ്മൾ ഡിസ്ചാർജ് ആക്കി, അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു അല്ലെ. അപ്പോ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോ കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ. അതിനുശേഷം ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കി അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് രോഗിക്ക് ഒരു ഫോർമൽ റിലീസ് കൊടുക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചോദിക്കാവുന്നതാണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, രോഗിയെ അഡ്മിറ്റ് ആക്കിയിട്ട് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ, ആ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ, ആ കോഴ്സ് കഴിയുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, രോഗിയെ നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുകയും അതിനുശേഷം അതിന്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഫോർമൽ ആയിട്ട് റിലീസ് കൊടുക്കുന്നു അല്ലെ. ഔപചാരികമായിട്ടൊരു മോചനം രോഗികൾക്ക് കൊടുക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. A discharge happens whenever a patient leaves hospital on the completion of treatment, signing out against medical advisor, transferring to another healthcare institution,
or on death. ഇനി ഡിസ്ചാർജ് എങ്ങനെയൊക്കെ സംഭവിക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും രോഗികളെ? ഫസ്റ്റ് വൺ പറയുന്നത് patient leaves hospital on the completion of treatment അല്ലെ. ആ ട്രീറ്റ്മെന്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നുണ്ട്, അത് ഡിസ്ചാർജ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഈ പറഞ്ഞത് എന്തെങ്കിലുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ലാമയായിട്ട് സാമ്യമുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്തെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? AMA പഠിച്ചിട്ടുണ്ടോ? AMA ഡിസ്ചാർജ് അല്ലേ. ഓക്കെ, AMA ഡിസ്ചാർജ് പഠിച്ചിട്ടുണ്ട്. ഇനി എന്തായിട്ടാ? ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ആൻഡ് എമർജൻസിയില് ആ ചാപ്റ്ററിൽ എന്തെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. റെഫർ ചെയ്യുന്നതല്ല, ഈ ലാമ, അതുപോലെ തന്നെ AMA ഡിസ്ചാർജ്, അതുപോലെ തന്നെ വേറൊരു കേസ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം തന്നെയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഓർക്കുന്നുണ്ടോ? ഇല്ല. ഡാമ അല്ലെ, DAMA പഠിച്ചിട്ടില്ലേ നമ്മള്? എന്തായിരുന്നു അതില് പറഞ്ഞത്? എന്തായിരുന്നു ഡാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഇനി ഓക്കെ, അതിന്റെ ഫുൾ ഫോം അതാണ്. ഇനി എന്താണ് അതില് പേഷ്യൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് ഡിസ്ചാർജ് ലഭിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? ഇല്ല. ഡോക്ടർ സ്വയമാണല്ലേ. വെരി ഗുഡ്. സ്വയമാണ് ഡിസ്ചാർജ് ആയി പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ സാമ എന്ന് പറയും കേട്ടോ. സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് SAMA, അതിന്റെ ഷോർട്ട് ഫോം ആണ് SAMA. അതുപോലെ ലാമ, ഡാമ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്, സെയിം കൺസെപ്റ്റ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സാമ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? രോഗികള് സ്വയം ഡിസ്ചാർജ് ആയി പോകുകയാണ് ചെയ്യുന്നത് അല്ലെ. ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കാതെ രോഗികള് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. ഓക്കെ, ഇങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ അവിടെ എന്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം? ഓർമ്മയുണ്ടോ? എന്താണ് സൈൻ ചെയ്ത് കൊടുക്കാറ് നമ്മള് ഡാമ പേഷ്യൻസ്? കൺസെന്റ് ഫോം അല്ലെ. ഓക്കെ, സമ്മതപത്രം നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ചെയ്തിട്ട് വേണം പോവാനായിട്ട് അല്ലെ. കൺസെന്റ് ഫോം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നെക്സ്റ്റ് ആണ് ഇത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെന്തായിരിക്കാം പറയുന്നത്? ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് അല്ലെ. ചിലപ്പോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഹോസ്പിറ്റലില് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. അതിനെയാണ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓൺ ഡെത്ത്? എന്താണ് ഡെത്ത് സംഭവിക്കുക അല്ലെ. ഹോസ്പിറ്റലിൽ കിടന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നുള്ള
ഒരു തരത്തിൽ പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഡിസ്ചാർജ് തന്നെയാണ്. അപ്പൊ 4 കാര്യങ്ങളാണ് വരുന്നത് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട്. ഏതൊക്കെയാണ്? പേഷ്യന്റ് ലിവ്സ് ഹോസ്പിറ്റൽ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ എന്താണ്? സാമാലെ സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഓൺ എ ഡെത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫോർമൽ റിലീസ് ആണ് അല്ലെ, ഔപചാരികമായിട്ടുള്ളൊരു റിലീസ് ആണ് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റിലീസ്, ഫോർമൽ റിലീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജ് ഏതൊക്കെ രീതിയിലാവാം? The person leaves the hospital, അല്ലെ, patient leaves the hospital on the completion of treatment, signing out against medical advice, transferring to another health care institutions or on a death. ഈ കാരണങ്ങളാലെ ഡിസ്ചാർജ് എന്നിങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ വരാം? ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വായിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഏതൊക്കെ ടൈപ്പുകളാണെന്ന് നോക്കിയേ. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിൽ ഏതൊക്കെ, ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്സ് വരാം? റൂട്ടീൻ ഡിസ്ചാർജ് ഉണ്ട്, AME ഡിസ്ചാർജ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് റൂട്ടീൻ ഡിസ്ചാർജ്. A planned discharge on the advice doctors. Okay, റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസ്ചാർജ്. റൂട്ടീൻ ഡിസ്ചാർജിനെ നോർമൽ ഡിസ്ചാർജ് എന്നും കൂടി പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ, പാരഗ്രാഫിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. റൂട്ടീൻ ഡിസ്ചാർജ് ഇസ് ഓൾസോ നോൺ ആസ് നോർമൽ ഡിസ്ചാർജ്. നോർമൽ ഡിസ്ചാർജ് എന്നും കൂടി പറയുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ് റൂട്ടീൻ ഡിസ്ചാർജ്. ഓക്കെ, നമുക്ക് നോക്കാം. റൂട്ടീൻ ഡിസ്ചാർജ് ഈസ് referred to the process of a patient being discharged from the hospital or hospital health care facility after getting medical treatment or care. അപ്പൊ എന്താ പറയുന്നത്? രോഗിക്ക് രോഗം വന്ന് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള ഒരു ചികിത്സ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ സാധാരണയായിട്ട് ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രോഗിയെ ഹോസ്പിറ്റലിൽ കിടത്തേണ്ടതാണെങ്കിൽ നമ്മൾ കിടത്തി ചികിത്സിച്ച് അദ്ദേഹത്തിന് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ കൂടി വന്നാൽ ഒരു 5 ദിവസം നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? അവിടെ നിന്ന് റിലീസ് ചെയ്യാറുള്ളൂ അല്ലെ, ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് ആക്കാറുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ രോഗിക്ക് രോഗം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്.
ഓക്കെ, ദ ഹെൽത്ത് കെയർ ടീം അപ്പോ അവിടെ എന്താണ് രോഗിക്ക് നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹെൽത്ത് കെയർ ടീംസ് ഉണ്ട് അല്ലെ. ആരൊക്കെ ആയിരിക്കാം? ഡോക്ടേഴ്സ് ഉണ്ടാവാം, അതുപോലെ നഴ്സുമാരുണ്ടാവാം, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം അല്ലെ. അതൊക്കെയാണ് ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്. Will then provide the patient with the information about their condition, medication, follow-up care, and any lifestyle changes necessary for them. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മള് ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്? ഹെൽത്ത് കെയർ ടീം പേഷ്യൻസിന് എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഹെൽത്ത് കെയറിൽ ഇപ്പോൾ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഒത്തിരി മോശമാണ് അല്ലെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിട്ടുള്ളൂ, അപ്പോ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്, ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കണം, മറ്റു ഫുഡുകൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെ. അതാണ് അപ്പൊ നമ്മുടെ കണ്ടീഷനെ പറ്റിയിട്ട്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി എന്താണ്? ഫോളോ അപ്പ് കെയർ അല്ലെ. നമ്മള് ഫോളോ അപ്പ് കെയർ, ഓക്കെ, എന്താണ് അവിടെ ഡോക്ടറെ വന്ന് കാണേണ്ട കാര്യങ്ങള്, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങള്, ഇതൊക്കെ നമ്മള് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആൻഡ് എന്താണ്? ലൈഫ് സ്റ്റൈല് ചേഞ്ചസ് നെസസറി ഫോർ ദം. ഇനി എന്താണ് പറയുന്നത്? ഇപ്പൊ ചില എന്താണ് പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ ഡയറ്റ് പ്ലാനൊക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മള് ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹെൽത്ത് കെയർ ടീംസ് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവിടെ അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റൂട്ടീൻ ഡിസ്ചാർജിൽ വരുന്നത്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ് നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുന്നുണ്ട്. ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞ് അഡ്മിറ്റ് ആക്കി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല ബെറ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഡിസ്ചാർജ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഉള്ള ഡിസ്ചാർജിനെയാണ് നമ്മൾ റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ടീം കുറച്ച് കാര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെ, ഡയറ്റ് പ്ലാനൊക്കെ കീപ്പ് ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഫോളോ അപ്പ് കെയറിനെ പറ്റിയുള്ള കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് AMA ഡിസ്ചാർജ്. ഓക്കെ, AMA ഡിസ്ചാർജ് കേട്ടോ. ഓക്കെ, AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് ആണ് ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. AMA ഡിസ്ചാർജ് എക്സ്പാൻഡ് ചോദിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ
അത് നമുക്ക് എഴുതേണ്ടതാണ്. മാർക്ക് കളയാൻ പാടില്ല നമ്മളുടെ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒട്ടും മാർക്ക് കളയാതെ നോക്കണം. അപ്പോ AMAയുടെ ഫുൾ ഫോം എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അണ്ടർലൈൻ ചെയ്യാം. Which occurs when a patient takes decision to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare provider. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, AMA ഡിസ്ചാർജിന് എക്സാമ്പിൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. സാമ അല്ലെ, സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ ലാമയുണ്ട്, അതുപോലെ എന്താ ഡാമ പേഷ്യൻസ് ഒക്കെയാണ് AMA ഡിസ്ചാർജിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോക്ടറുടെ ഉപദേശം കൂടാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കാതെ രോഗികളോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ നിർബന്ധിച്ച് രോഗിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നു അല്ലെ. ഓക്കെ, അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോൾ രോഗി അവിടെ എന്ത് സൈൻ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്? എന്താണ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടത്? കൺസെന്റ് ഫോം അല്ലെ. കൺസെന്റ് ഫോമില് സൈൻ ചെയ്ത്, സമ്മതപത്രത്തില് സൈൻ ചെയ്ത് കൊടുക്കണം. ഇനി എന്താണ്? AMA discharge may occur for the variety of reasons. ഇനി നിർബന്ധപൂർവം ചില പേഷ്യൻസ് ഇങ്ങനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോവാറുണ്ട്. അതിന്റെ റീസൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് റീസൺസ് ഉണ്ട്. ഒരു 3 റീസൺസ് ആണ് നമുക്ക് അവിടെ നോക്കാനുള്ളത് കേട്ടോ. എന്തുകൊണ്ടാണ് രോഗികള് ഇങ്ങനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്? അതിന്റെ കാരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. Including a desire to leave the hospital early. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. ചില ഈ മുതിർന്ന അമ്മമാരുണ്ടാവും, അപ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, മുതിർന്നവര് അല്ലെ. മുതിർന്നവരൊക്കെ എന്താണ്, അവരിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് ചിലപ്പോ 2 ദിവസം കഴിയുമ്പോഴൊക്കെ അവര് പറയും വീട്ടിൽ പോണം, പറയാറില്ലേ അല്ലെ. അവർക്ക് എന്താണ്, അവിടെ ഇങ്ങനെ അടച്ചിട്ട് കിടക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ലല്ലേ. അവർക്ക് ഇങ്ങനെ പുറം ലോകമൊക്കെ ഒന്ന് ചുറ്റി കാണാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അവര് അല്ലെ. അപ്പാപ്പനായാലും അമ്മമാരായാലും എന്താണ്, വെറുതെ ഇരിക്കാത്ത ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ, ചിലപ്പോ പണിയൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്താണ്, അവിടെ നടന്ന് ഇവിടെ നടന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് അല്ലെ. അങ്ങനെ നമ്മുടെ വീടുകളിലായാലും അങ്ങനെ നടക്കുന്ന ആൾക്കാരാണല്ലേ കൂടുതലും. അപ്പൊ അവർക്ക് എന്താണ്, ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോ അവർക്ക് ഇങ്ങനെ കിടക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോ എന്ത് ചെയ്യും, വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ചിലപ്പോ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസിൽ പറയുന്നത്. ഇനി സെക്കൻഡ് കേസാണ് ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഇനി ചില രോഗികള് അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം, ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അവരുടെ വിചാരം എന്താണ്, ഈ മരുന്നുകൾ കഴിച്ചിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ല അല്ലെ, ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആകുന്നില്ല. അങ്ങനെയുള്ള രോഗികൾ ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് ഓർ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ എന്ത് ചെയ്യും, രോഗികളെ നിർബന്ധിച്ച് അവിടെ നിന്ന് പോവാറുണ്ട് അല്ലെ. ഓക്കെ, അതാണ് 3 കേസുകളായിട്ട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. റീസൺസ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. മൂന്നാമത്തെ പറയണോ, ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയറിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ, ഇപ്പൊ ചിലപ്പോൾ മരുന്ന് മാറിക്കൊടുക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടാവില്ല,
അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് രോഗികള് ഡിസ്ചാർജ് വാങ്ങി പോവാറുണ്ട്. ചില കേസുകളൊക്കെ വരാറില്ലേ, ഡോക്ടേഴ്സിന്റെ തെറ്റുകളാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ കുട്ടി മരിക്കാനുണ്ടായ കാരണം ഡോക്ടേഴ്സ് ആണ്, ഡോക്ടർ മര്യാദക്ക് കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. പേപ്പറിലൊക്കെ അങ്ങനെ വാർത്തകൾ വരാറില്ലേ, നമ്മൾ കാണാറുണ്ടല്ലേ. അതാണ് ഇവിടെ പറയുന്നത് ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. AMA ഡിസ്ചാർജിന്റെ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് വായിച്ചു നോക്കി. IMAയുടെ കൺസെന്റ് ഫോംസിന്റെ കാര്യങ്ങളാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കി. മനസ്സിലായോ? എന്താണ് ശ്രുതി മനസ്സിലായ? എന്താ മനസ്സിലായേ പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, ഇതില് ഡോക്ടേഴ്സോ സ്റ്റാഫുകളോ റെസ്പോൺസിബിൾ അല്ല എന്ന് എഴുതി കൊടുത്തുകൊണ്ടാണ് ലീവ് ചെയ്യേണ്ടത്. ലീവ് ചെയ്യുന്നത് കൺസെന്റ് ഫോമില്ല. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്? അതിനകത്ത് റിലേഷൻ, സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് ടൈം, നെയിം ഓഫ് ദ പേഷ്യന്റ് ഓർ റിലേറ്റീവ്. പറയാൻ പറ്റുമോ? ഞാൻ പറയാം. റമീസ, ആരെങ്കിലും ഒന്ന് പറയും. ഞാൻ പറയാം. ശ്രീലക്ഷ്മി. അതായത് ഒരാൾ എഴുതി കൊടുക്കുകയാണ്, ഞങ്ങൾ ഇവിടുത്തെ മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാൻ പോവാണ്. പിന്നെ ഡോക്ടർ അസുഖത്തിനെ കുറിച്ചും അതിന്റെ കണ്ടീഷൻസിനെ കുറിച്ചും അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. അതില് ഡോക്ടേഴ്സോ ഹോസ്പിറ്റലോ അവിടുത്തെ സ്റ്റാഫുകളോ ഞങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റിൽ അവരൊന്നും റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൺസെന്റ് കൊടുക്കുന്നത്. അപ്പോ ഒന്നുകിൽ പേഷ്യന്റ് എഴുതി കൊടുക്കും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്, പിന്നെ പേഷ്യന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, പിന്നെ അവരുടെ ഒപ്പ്, ഡേറ്റ്, ടൈം. ഇത്തരം കാര്യങ്ങളാണ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്ത് ഒഴിവായി പോണത് ഹോസ്പിറ്റലിന്റെ അനുവാദത്തോട് കൂടിയല്ല, ഡോക്ടേഴ്സിന്റെ അസുഖത്തിനെ പറ്റിയിട്ടും അസുഖത്തിന്റെ കണ്ടീഷനെ പറ്റിയിട്ടൊക്കെ നല്ല അഡ്വൈസ് എനിക്ക് തന്നിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിൽ സ്റ്റാഫ് എന്നിവരാരും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന് ഉത്തരവാദിയല്ല എന്നുള്ളത് നമ്മൾ കൺസെന്റ് ഫോമില് എഴുതി കൊടുക്കണം. അത് ചിലപ്പോ റിലേറ്റീവ്സ് ആവും, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻസിനനുസരിച്ചിരിക്കും. ചിലപ്പോ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവും. അപ്പൊ അവര് തമ്മിലുള്ള റിലേഷന്, സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് ടൈം അതിൽ ഇൻക്ലൂഡ് ആണ്. ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? കറക്റ്റ് ആണ് കേട്ടോ ഇത് പറഞ്ഞത്. ക്ലിയർ അല്ലേ? AMA ഫോമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. AMA ഡിസ്ചാർജിന്റെ ആ കൺസെന്റ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കാം പേഷ്യൻസിന്റെ നെയിം അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ നെയിം, റിലേഷൻ, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടതാണ്. ഓക്കെ. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. വായിച്ചു കഴിഞ്ഞാൽ ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാം മിസ്. Either as a referral or as by patient request. ഒന്നില്ലെങ്കിൽ ഡോക്ടർ റെഫർ ചെയ്യും വേറെ ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ പേഷ്യന്റ് റിക്വസ്റ്റ് പ്രകാരം റെഫർ ചെയ്യും അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക്. ടു റിഫർ ടു ദി പ്രോസസ് ഓഫ് മൂവിംഗ് എ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ അതർ ഹോസ്പിറ്റലിലേക്ക്. ഈ ഹോസ്പിറ്റലിൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാത്ത മെഡിക്കൽ കെയർ യൂണിറ്റ് ഉണ്ട്, അത് കാരണം വേറെ ഹോസ്പിറ്റലിലേക്ക്, നല്ല ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വാലിഡ് റീസൺ ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് വാലിഡ് റീസൺ പറഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യണത്. അതിനുവേണ്ടി ഒരു ഫിസിഷ്യൻ റെഫറൽ ഫോം is used to refer patient to a specialist for medical treatment while transferring to another hospital. Referral form നടപ്പിച്ചിട്ട് വേറെ ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കേ, ഇത്രയുള്ളൂ അല്ലേ? വേറെ ആരെങ്കിലും? ഞാൻ പറയട്ടെ. ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ഒന്നുകിൽ ഒരു ഡോക്ടേഴ്സ് സ്വയം റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ഒന്നുകിൽ അവരുടെ ബെറ്റർ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടാനായിരിക്കാം, ഓർ സർവീസസ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ പ്രസന്റ് ഫെസിലിറ്റി. അതായത് ഒന്നുകിൽ അവരുടെ ഹോസ്പിറ്റലിൽ അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കും. The transfer may be arranged by the healthcare provider. ഒന്നുകിൽ ഹോസ്പിറ്റല് തന്നെയായിരിക്കും, ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിരിക്കും അവർക്ക് ട്രാൻസ്ഫർ ആവാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. It may be requested by the patient or their family due to valid reasons. അവരുടേതായിട്ടുള്ള റീസൺസ്, എന്തെങ്കിലും ഇഷ്യൂസ് അവർക്കുള്ള കാരണം കൊണ്ടായിരിക്കും അവർ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഫിസിഷ്യന്റെ റെഫറൽ ഫോം പേഷ്യൻസിന് വേണ്ടി വരും ഫോർ ബെറ്റർ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ അവരെ കണ്ടീഷൻസും പ്രസന്റ് കണ്ടീഷൻസും എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെഫറൽ ഫോം അവരുടെ കൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പേഷ്യൻസ്. മനസ്സിലായോ? രണ്ടുപേരും പറഞ്ഞപ്പോ നമ്മുടെ മിസ് പറയാം, വായിച്ച് പറഞ്ഞതാട്ടോ. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി either as a referral or as by patient request. Transfer to another health care facility refers to the process of moving a patient from one hospital or health care facility to another, usually for the purpose of getting specialized medical care or service that are not available at the present facility. നമുക്കറിയാം ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് രണ്ട് കാരണങ്ങളാലാവാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.
അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ ചിലപ്പോൾ റെഫർ ചെയ്യുന്നതാവാം. ഓക്കെ, വേറെ ഡോക്ടറെ കാണാനായിട്ട് റെഫർ ചെയ്തതിലൂടെയാണ് ട്രാൻസ്ഫർ വരുന്നത്. അപ്പൊ 2 കേസസുകളാണ് അവിടെ പറയുന്നത്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇങ്ങനെ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ഫിസിഷ്യന്റെ കയ്യിൽ നിന്നും ഒരു റെഫറൽ ഫോം ഈ പേഷ്യൻസിന് കൊടുത്തു വിടണം. ഓക്കെ, ചിലപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിന് ആയിട്ടായിരിക്കാം, സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്ത് വിടാറുണ്ടല്ലേ ഫിസിഷ്യൻ. അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, ഫിസിഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു റെഫറൽ ഫോം പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിലേക്ക് കൊടുത്തു വിടണം. എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സേ? അപ്പൊ ഇത് റെഫറൽ ഔട്ടാണ് വരിക? റെഫർ ഔട്ട്. ഓക്കെ, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റെഫർ ഔട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ റെഫർ ഇന്നും. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫിസിഷ്യന്റെ ഫിസിഷ്യന്റെ കയ്യിൽ നിന്നും റെഫറൽ ഫോം പേഷ്യൻസിന്റെ കയ്യിലേക്ക് കൊടുത്തു വിടണം. ഇനി ആ റെഫറൽ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്? രോഗിയുടെ പേരുണ്ടാവും. ഓക്കെ, രോഗിയുടെ പേര്, രോഗിയുടെ കണ്ടീഷൻ ഇപ്പോ എങ്ങനെയാണ് എന്നുള്ളത്, ഇനി രോഗിക്ക് കൊടുക്കുന്ന മെഡിസിൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ റെഫറൽ ഫോമില് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പേഷ്യൻസിന്റെ കയ്യിലോട്ട് അത് കൊടുത്തു വിടുന്നുണ്ട്. പേഷ്യൻസിന്റെ കയ്യിൽ കൂടി അത് കൊടുത്തു വിടാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്തരം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റിന് അവരെ നോക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഏതാണോ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഈ റെഫറൽ ഫോം രോഗിയുടെ കൂടെ കൊടുത്തു വിടുന്നുണ്ട്. ആരാണ്? ഫിസിഷ്യൻ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. Discharge to hospice or palliative care means the process of transferring a patient from a hospital or healthcare facility to a specialized program or facility that provides end of life care for the patient with serious or terminal illnesses. Okay. എന്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാല്? അറിയാൻ പറ്റുമല്ലോ. പാലിയേറ്റീവ് കെയർ എന്താണ് പാലിയേറ്റീവ് കെയർ? കൂടുതൽ കാലം ലൈഫ് ലോങ് രോഗികളെ നോക്കുന്നത് അല്ലെ, ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. ഹോസ്പൈസ് എന്ന് പറഞ്ഞാല് അഭയ കേന്ദ്രം. ഹോസ്പൈസ്, ഓക്കെ, അഭയ കേന്ദ്രം. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗുരുതരമായതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മള് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഗുരുതരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങളുള്ള ആളുകളെ അവരുടെ ജീവിത അവസാനം വരെ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് ടു പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, കിടപ്പ് രോഗികൾ, ഇപ്പൊ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടപ്പ് രോഗികൾ എന്നല്ലേ. ഉദാഹരണം നമുക്ക് എഴുതാൻ പറ്റും, എക്സാമ്പിൾ എഴുതാൻ പറ്റും. കിടപ്പ് രോഗികളെ നോക്കുന്നത് കേട്ടോ. ഇപ്പൊ പിന്നെ അനാഥരായവര്, ആരും നോക്കാനില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അനാഥരായവര്, അങ്ങനെയുള്ള രോഗികളെയൊക്കെ നോക്കുന്നത് പാലിയേറ്റീവ് കെയറിലാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് 4 ഡിസ്ചാർജ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് എന്താണ്? റുട്ടീൻ ഡിസ്ചാർജ്. നെക്സ്റ്റ് AMA ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. നെക്സ്റ്റ് വരുന്നത് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ. 4 കാര്യങ്ങൾ നോക്കിയാണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. തിങ്സ് യു ക്യാൻ
implement right way to remove the obstacles in your discharge process or improve revenues. എന്താണ് obstacles എന്ന് പറഞ്ഞാൽ? obstacles എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങൾ അല്ലെ. ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്. അപ്പോ ഈ ഡിസ്ചാർജ് പ്രോസസ്സുമായിട്ട് വരുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് മാറ്റാനായിട്ടും അതുപോലെ തന്നെ അതിന്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിനകത്ത് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി എൻഷുർ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ. കാര്യക്ഷമമായിട്ട് നോക്കണം അല്ലെ. ബില്ലിംഗ് കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ, ബില്ലിംഗ് സിസ്റ്റം കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ചാർട്ട് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. കമ്പ്യൂട്ടറിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി നമ്മൾ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യും അല്ലെ. മരുന്നുകളും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇനി തുടർന്നുള്ള ഒരു നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ. അപ്പൊ നിങ്ങൾ അതിൽ പഠിക്കും കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക്കലി നമ്മള് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ആക്കണം അല്ലെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. അതിൽ പറയുന്നത് രോഗി അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഈ അഡ്മിഷൻ എടുക്കുന്ന ദിവസത്തിൽ തന്നെ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ. രോഗി അഡ്മിഷൻ എടുക്കുന്ന ആ ദിവസം തന്നെ ഡിസ്ചാർജ് പ്ലാനിങ് ചെയ്യണം. മനസ്സിലായോ? ഇനി എന്താ പറയുന്നത്? ഇംപ്രൂവ് കെയർ കോർഡിനേഷൻ. രോഗിയെ എന്താ പറയുന്നത്? കൂട്ടായ പ്രവർത്തനത്തിലൂടെ വേണം രോഗികൾക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. ഡോക്ടർ ആയാലും നഴ്സ് ആയാലും മറ്റു സ്റ്റാഫുകളായാലും കോർഡിനേറ്റ് ചെയ്ത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ വേണം കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇനി ബെറ്റർ ബെഡ് മാനേജ്മെന്റ് അറിയാലോ. ബെഡ് മാനേജ്മെന്റ് കറക്റ്റ് ആണോ, ബെറ്റർ ആണോ, അല്ലെങ്കിൽ വരുന്ന രോഗികൾക്ക് അഡ്മിറ്റ് ആവുന്ന രോഗികൾക്ക് ബെഡ് അവൈലബിൾ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി എന്താണ്? എൻഷുർ ഡിസ്ചാർജ് medication reaches the ward ASAP. അതിന്റെ ഫുൾ ഫോം അറിയോ എന്താണെന്ന്? as soon as possible. Yes, very good. As soon as possible. Okay, expand ASAP. As soon as possible. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മള് ഡിസ്ചാർജ് ആയ സമയത്ത് മെഡിസിൻസ് വീട്ടിലേക്ക് നമ്മൾ കൊടുത്തു വിടാറുണ്ട് അല്ലെ രോഗികൾക്ക്. അങ്ങനെ കൊടുത്തു വിടുമ്പോ എത്രയും പെട്ടെന്ന് വാർഡിലേക്ക് ആ മെഡിസിൻസ് എത്തിക്കണം. മനസ്സിലായോ? രോഗികൾക്ക് നമ്മുടെ ഡിസ്ചാർജിന്റെ സമയത്ത് മെഡിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്തു വിടാറുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? വാർഡിലേക്ക് അത് എത്തിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഓക്കെ, വായിച്ചു നോക്കിയ പോയിന്റ്സ്. തേർഡ് പോയിന്റ് പറയണോ? തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി ഇപ്പോ അഡ്മിറ്റ് ആയി, ഈ ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ആവുന്ന ദിവസം തന്നെ ഡിസ്ചാർജ് പ്ലാനിങ് നടത്തണം. ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ പനിയായിട്ടാണ് അഡ്മിറ്റ് ആയതെങ്കിൽ 5 ദിവസം നമുക്ക് ആന്റിബയോട്ടിക്സ് നൽകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. എത്ര ദിവസം വരെ കിടക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിസ്ചാർജ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ദിവസം തന്നെ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ തന്നെ പ്ലാൻ ചെയ്യണം. വായിച്ചു നോക്കാം കേട്ടോ. 6 പോയിന്റ്സ് വായിച്ചു നോക്കാം.
ഇനി നെക്സ്റ്റ് ആണ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പർപ്പസും ആൻഡ് പോളിസി. പർപ്പസ് എന്താണ്? ഡിസ്ചാർജിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്താണെന്ന് നോക്കി. ടു പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻപേഷ്യന്റ് ഫ്രം ഹോസ്പിറ്റൽ. എന്താണ് ഇപ്പോൾ ഡിസ്ചാർജിന്റെ മെയിൻ പർപ്പസ് ആയിട്ട് വരുന്നത്? കിടപ്പ് രോഗികൾ അല്ലെ, ഇൻപേഷ്യൻസ്, അഡ്മിറ്റ് ആയ രോഗികൾക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുറച്ച് ഗൈഡ് ലൈൻസിലൂടെ ആയിരിക്കണം ഡിസ്ചാർജ് പ്രോസസ്സിന് കംപ്ലീറ്റ് ആക്കാൻ അല്ലെ. കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, ഡിസ്ചാർജിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇൻപേഷ്യൻസ് ഡിസ്ചാർജ് ആകുമ്പോ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പോളിസി. പോളിസി നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കാം. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing the most favorable resources. Okay, ഇവിടെ പറയുന്നത് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും അവിടെയുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് അവിടെയുള്ള റിസോഴ്സസുകൾ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഫസ്റ്റ് പോളിസി ഇത് പറയുന്നത്. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോളിസി എന്ന് പറഞ്ഞതാ നോക്കിയേ. ആൻഡ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഷാൽ only be made by an order from the primary consultant. However, a patient may discharge himself or herself against medical advice. ഇവിടെ പറയുന്നത് ഇപ്പോ രണ്ട് ഡിസ്ചാർജ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്, അംഗീകരിക്കപ്പെട്ട അല്ലെ. ഓതറൈസ്ഡ് മീൻസ് അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ. ഓക്കെ, അപ്പോ ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ് ഉണ്ട്. രണ്ട് കേസസുകളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അംഗീകരിക്കപ്പെട്ട ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആണെങ്കിൽ പ്രൈമറി കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ആരാണ്? ഫിസിഷ്യൻ ആണ് കേട്ടോ. ഫിസിഷ്യൻ പറയുന്ന പ്രകാരം മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജിൽ പറയുന്നത്. ഫിസിഷ്യൻ പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി കൺസൾട്ടന്റ് പറയുന്ന പ്രകാരം മാത്രമേ ഡിസ്ചാർജ് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി AMA ഡിസ്ചാർജ് ആണെങ്കിൽ എങ്ങനെയാണ്? രോഗികൾക്കോ അല്ലെങ്കിൽ അതിന്റെ ഫാമിലിക്കോ നിർബന്ധിച്ച് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെ നിർബന്ധിച്ചു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വഴിയിൽ വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പേഷ്യൻസ് മരണപ്പെടാം അല്ലെ. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്, കണ്ടീഷൻ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ ഉത്തരവാദികളല്ല എന്നുള്ള ആ കൺസെന്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ഡിസ്ചാർജ് കേസസുകളാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ പോളിസി എന്താണ്? ദ കൺസൾട്ടന്റ് ഓർ ഹിസ് ഡിസൈനി ഷാൽ ഡോക്യുമെന്റ് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ patient's medical record at the time of anticipated discharge. ഇനി ഒരു ഡിസ്ചാർജ് ആയി പോയി കഴിയുമ്പോൾ ആ ഡിസ്ചാർജ് സമ്മറി നമ്മൾ എഴുതണം അല്ലെ. എഴുതി കൊടുക്കാറുണ്ട് നമ്മൾ. ഇപ്പൊ എന്തൊരു നമ്മളിപ്പോ എന്താണ് തിമിരത്തിന്റെ ഓപ്പറേഷന് പോയിട്ടുണ്ടെങ്കിലും ഏതൊരു ഇതിന് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്ചാർജ് സമ്മറി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ
കൊടുക്കുമ്പോ ആരാണ് ആ ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്? ഒന്നല്ലെങ്കിൽ ആരായിരിക്കാം? കൺസൾട്ടന്റ് അല്ലെ? ആരാണ്? ഡോക്ടർ ആവാം. അല്ലെങ്കിൽ ഹിസ് ഡിസൈനി എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന് കീഴിലുള്ള സ്റ്റാഫുകൾ, ചിലപ്പോ നേഴ്സുമാരാവാം എഴുതുന്നത്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? മെഡിസിന്റെ വിവരങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് ചേഞ്ചസുകള്, ഇപ്പൊ ലൈഫിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ഡയറ്റ് പ്ലാൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിസ്ചാർജ് സമ്മറിയിൽ കൂട്ടിച്ചേർക്കണം. ഓക്കെ, അപ്പൊ ആരാണ് ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത്? കൺസൾട്ടന്റ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ വരുന്ന സ്റ്റാഫ് ആവാം. അതാണ് ഡിസൈനി എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോ നേഴ്സ് ആവാം, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെ, അസിസ്റ്റന്റ് ആയിട്ട് നേഴ്സുമാര് നിൽക്കാം അല്ലെ, ചിലപ്പോ അവരായിരിക്കാം ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? 3 പോളിസി വരെയാണ് മിസ് എടുക്കുന്നത്. ക്ലിയർ ആണോ ഇത്തരം കാര്യങ്ങള്? ഓക്കെ അല്ലെ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇത്രയും വരെ. നാളെ വരുമ്പോ, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ള കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ.